ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ടീച്ചർ എടുത്ത ഇന്നത്തെ ക്ലാസ്സാണ്. അപ്പോൾ 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകളായിരിക്കും ഇന്ന് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്യുക. 8ാം ക്ലാസ്സും 8ാം ക്ലാസ് താഴോട്ടുള്ള ക്ലാസ്സുകളുടെയും ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടീച്ചർ പറഞ്ഞത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം ടീച്ചർ തുടങ്ങുന്നത് തന്നെ ഡൊമിനിയോ വിക്ടോറിനി എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ റൈറ്റർ ആണെന്ന് ടീച്ചർ പറഞ്ഞു. നാഷണാലിറ്റി ഇറ്റലി ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ടീച്ചർ പറഞ്ഞത് ഇതിനൊരു സെൻറ്റൻസ് ആക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 3 മെയിൻ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രോനൗൺ ഇങ്ങനത്തെ കൺജക്ഷൻ അഡ്ജക്റ്റീവ്സ് എന്തെങ്കിലും ചേർത്ത് ഏതെങ്കിലുമൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ചേർത്ത് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നതാണ്. അങ്ങനെ ചേർത്തപ്പോൾ എനിക്ക് കിട്ടിയ സെൻറ്റൻസ് ഡൊമിനിയോ വിക്ടോറിനി വാസ് ആൻ ഇറ്റാലിയൻ റൈറ്റർ വന്നു, ഇറ്റലി വന്നു, ഡൊമിനിയോ വിക്ടോറിനി വന്നു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹി വാസ് ബോൺ ഓൺ 28 ഒക്ടോബർ 1892 അറ്റ് പ്രച്ചുറോ ഇറ്റലി. പ്രച്ചുറോ ഇറ്റലിയിലാണ് ഡൊമിനിയോ വിക്ടോറിനിയുടെ ജനനം. അതിനുശേഷം ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ സെൻറ്റൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പഠിക്കാനുണ്ട്. അതായത് ഓൺ എന്ന് പറയുന്നൊരു ഇത് നമ്മുടെ ഇവിടെ സെൻറ്റൻസിൽ വന്നിട്ടുണ്ട്. ആ ഓൺ എപ്പോഴും നമ്മൾ ഡേറ്റുകൾക്ക് മുമ്പ് ഉപയോഗിക്കുക. അതായത് ഫസ്റ്റ് വേർ അതായത് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്നത് 1857 അതായത് ഫസ്റ്റ് വേൾഡ് വാസ് ഓൺ 1857. അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഓൺ ആണ്. അപ്പോൾ എല്ലാ ഡേറ്റുകൾക്കും മുമ്പിൽ നമ്മൾ ഓൺ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതായത് ഉപയോഗിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന അറ്റാണ്. അറ്റ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് പ്ലേസുകൾക്ക് മുമ്പാണ്. അതായത് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഈസ് തൊടുപുഴ സിറ്റുവേറ്റഡ്. അങ്ങനെയാണെങ്കിൽ തൊടുപുഴ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഇടുക്കി. അപ്പോൾ നമ്മൾ അവിടെയും അറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ മറക്കാതിരിക്കുക. അപ്പം ഓൺ ആൻഡ് അറ്റുകൾ പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻസ് ഓൺ അറ്റ്, ഇതിൽ വന്നിരിക്കുന്ന ഓണും അറ്റും പ്രിപ്പോസിഷൻസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യമാണ്. ഹി മൈഗ്രേറ്റഡ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ 1917. ഡൊമിനിയോ വിക്ടോറിനി യുണൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മൈഗ്രേറ്റ് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ചേർന്നത് ഹിസ് വൈഫ് നെയിം ഈസ് ഹെലൻ വിറ്റ്നി ആൻഡ് ദേ ഹാഡ് 2 ചിൽഡ്രൻ. ഡൊമിനിയോ വിക്ടോറിനിക്ക് 2 കുട്ടികളും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഹെലൻ വിറ്റ്നി എന്നായിരുന്നു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹി വാസ് എ പ്രൊഫസർ. അദ്ദേഹം ഒരു പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്തത് ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിലും അടുത്തത് വർക്ക് ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് പെനിസിൽവാനി, US-ലെ പെനിസിൽവാനിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അതായത് ഒരു വർക്ക് ചെയ്തത് എവിടെയായിരുന്നു? ആദ്യം വർക്ക് ചെയ്തത് ടെമ്പിൾ യൂണിവേഴ്സിറ്റി, സെക്കൻഡ് വർക്ക് ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് പെനിസിൽവാനി US-ലാണ്. പിന്നെ ഇദ്ദേഹം വർക്ക് ചെയ്തത് ഡ്രാമ ഓഫ് പിരാൻഡെല്ലോയിലും, അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഡ്രാമ ഓഫ് പിരാൻഡെല്ലോ, ദ ഏജ് ഓഫ് ഡാൻറ്റെ, ഓൾ ഹേറ്റിയൻ ടേൽസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ദ മോസ്റ്റ് ഫേമസ് ബുക്ക് ദ ത്രെഡ് ഓഫ് ലൈഫ്. ഈ വർക്കുകളാണ് അദ്ദേഹം ചെയ്തത്. നെക്സ്റ്റ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണമാണ്. ഹി ഡൈഡ് ഓൺ 9 മാർച്ച് 1958 അറ്റ് ദ ഏജ് ഓഫ് 66. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇതിൽ പറയുന്നുണ്ട്. ഓൺ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനു മുമ്പ്? ഡേറ്റിന് മുമ്പ്. നെക്സ്റ്റ് നമ്മൾ അറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനു മുമ്പ്? 66 ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ഏജ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു പേജിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് നമ്മുടെ നേരത്തെ ഇത്. നെക്സ്റ്റ് ഇതിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താണ് കാര്യം? ഇതിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, വി
അതായത് ദ ഫസ്റ്റ് സെൻറ്റൻസ് വി റോഡ് ദ നെയിം ആൻഡ് വി ഫോളോഡ് ഇറ്റ് ഇൻ എ പ്രോനം. അതായത് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്തത്? ഡൊമിനിയോ വിക്ടോർണി വാസ് ആൻ ഇറ്റാലിയൻ റൈറ്റർ എന്നാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തപ്പോഴോ ഹീ ആണ് നമ്മൾ യൂസ് ചെയ്തത്. എല്ലായിടത്തും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, എല്ലായിടത്തും നമ്മൾ ഹീയും ഹിസും ആണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് പേജിലായാലും നമ്മൾ ഹീ ഇത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയായിരിക്കും നമ്മൾ എപ്പോഴും. അതായത് ഡൊമിനിയോ വിക്ടോർണി എന്നത് ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡൊമിനിയോ വിക്ടോർണി, പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മളൊരു പ്രൊനൗൺ യൂസ് ചെയ്തിരിക്കണം. അതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഇനി ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് റോബർട്ടീനോ എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ്, ഒരു കുട്ടിയുടെ കഥയാണ്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. റോബർട്ടീനോ വാസ് എ ലിറ്റിൽ ബോയ് ഹു ലീവ്ഡ് ഇൻ ഇറ്റലി. ഇറ്റലിയിൽ ജീവിച്ച ഒരു കുട്ടിയായിരുന്നു റോബർട്ടീനോ. ഹി ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദറും റോബർട്ടീനോയാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. റോബർട്ടീനോ എന്ന് പറയുന്ന കുട്ടി ഗ്രാൻഡ് ഫാദറിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ഗ്രാൻഡ് ഫാദർ had to live with Robertino's family after the death of grandmother. ഗ്രാൻഡ്മദറിൻ്റെ ഡെത്തിന് ശേഷം ഗ്രാൻഡ് ഫാദറിന് റോബർട്ടീനോയുടെ ഫാമിലിയുമായി താമസിക്കേണ്ടി വന്നു. ഗ്രാൻഡ് ഫാദർ വാസ് ടു ഓൾഡ് ആൻഡ് ടു വീക്ക്. ഗ്രാൻഡ് ഫാദറിന് തീരെ വയസ്സായതും തീരെ വീക്കായിരുന്നുമായിരുന്നു. ഹിസ് ഹാൻഡ് വെയർ ഓൾവേസ് ഷിവറിങ്. എപ്പോഴും കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ഹി കുഡിൻ ഹോൾഡ് തിങ്സ് പ്രോപ്പർലി. അദ്ദേഹത്തിന് സാധനം പോലും ശരിയായി പിടിക്കാൻ പറ്റിയിരുന്നില്ല. ദിസ് സ്പോയിൽ ദെയർ ക്ലീൻ വൈറ്റ് ടേബിൾ ക്ലോത്ത്. അത് അവരുടെ നല്ല ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് ടേബിൾ ക്ലോത്തിനെ സ്പോയിൽ ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദറിൻ്റെ കൈ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇത് ആ വൈറ്റ് ടേബിളിലൊക്കെ ഇങ്ങനെ സ്പോയിലായി. അതുകൊണ്ട് ആ ക്ലീൻ ടേബിൾ തന്നെ സ്പോയിലായി. അപ്പോൾ റോബർട്ടീനോയുടെ പേരൻസ് ഷൗട്ടഡ് വിത്ത് ഹിം. എന്നിട്ട് റോബർട്ടീനോയുടെ പേരൻസ് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്താണ് പറഞ്ഞത്? Robertino's parents shouted with him. He said nothing but looked at them. അതായത് ഇതിനിടയ്ക്ക് ഒരു ചെറിയ പാട്ടുണ്ട്. അതായത് ഈ ക്ലോത്ത് സ്പോയിൽ ആയതിനു ശേഷം അച്ഛനും അമ്മയും നന്നായിട്ട് ഷൗട്ട് ചെയ്തു. അതായത് റോബർട്ടീനോയുടെ ഗ്രാൻഡ് ഫാദറിനോട് ഷൗട്ട് ചെയ്തപ്പോൾ ഗ്രാൻഡ് ഫാദർ സങ്കടത്തോടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, എന്നാൽ ഇനി മുതൽ ഇവിടെ നല്ല ഡൈനിങ് ടേബിളിൽ ഇരുത്തുന്നില്ല, കിച്ചൺ ടേബിളിൽ ഇരുത്തും, അവിടെ ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഗ്രാൻഡ് ഫാദറിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. He said nothing but looked at them with tears in his eyes. അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിൻ്റെ നനവോടെ അദ്ദേഹം അവരെ നോക്കി, അല്ലാതെ ഒന്നും നടന്നില്ല. ആഫ്റ്റർ ദിസ് ഹിസ് സീറ്റ് വെയർ റീപ്ലേസ്ഡ് ടു ദ കിച്ചൺ ടേബിൾ. അതായത് കിച്ചൺ ടേബിളിലേക്ക് ഇദ്ദേഹത്തിൻ്റെ സീറ്റ് മാറ്റി. റോബർട്ടീനോ വാസ് അപ്സെറ്റ്. റോബർട്ടീനോ ഇങ്ങനെ അതായത് ഒരു ഡിസപ്പോയിൻറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹി കുഡിൻറ്റ് ബെയർ ദ ക്രൂവൽ ഹാബിറ്റ് ഓഫ് ദ പേരൻസ്. റോബർട്ടീനോയ്ക്കാണെങ്കിൽ ഒരു വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കാനെന്നല്ല, ഒരു അക്സെപ്റ്റബിൾ അല്ല. അതായത് അവൻ്റെ പേരൻസിൻ്റെ ക്രൂരത, അവൻ്റെ സ്വന്തം ഗ്രാൻഡ് ഫാദറിനോട് ചെയ്യുന്ന ക്രൂരത അവന് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അത്രയാണ് ഈ കഥയിൽ പറയുന്നത്. എന്നിട്ട് ഇവനൊരു ഡയറി എഴുതി. റോബർട്ടീനോ ഒരു ഡയറി എഴുതി. ഓക്കെ, എന്താണ് ഡയറി എന്ന് നമുക്ക് നോക്കാം. ഡയറി. ഓക്കെ, വാട്ട് എ സാഡ് ഡേ ഇറ്റ് വാസ്. I couldn't help my grandma. I couldn't even console him. He tried to smile, but his eyes were wet with tears. They were filled with sadness. Okay, ഇതുവരെയുള്ള അർത്ഥം. റോബർട്ടീനോ പറയണേ, എന്തൊരു സങ്കടകരമായ ദിവസമാണിത്. എനിക്കെൻ്റെ അപ്പൂപ്പനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാൻ പോലും പറ്റിയില്ല.
അദ്ദേഹം ചിരിക്കാൻ ശ്രമിച്ചു, അതായത് അവൻ്റെ അപ്പൂപ്പൻ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു കണ്ണുനീരോടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ്, അതായത് റോബർട്ടിനോയുടെയും അപ്പൂപ്പൻ്റെയും മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. He is terribly hurt, my poor dear grandpa. His hands are always shivering as a leaf. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കഥ അദ്ദേഹം ഡയറി ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞതും വരും ഇതിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ പാവം അപ്പൂപ്പൻ, അല്ലെങ്കിൽ അച്ചച്ചൻ, അദ്ദേഹത്തിൻ്റെ കൈ എപ്പോഴും വിറയ്ക്കും. ലീഫ്, അതായത് ഒരു ഇല ഇല എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ എൻ്റെ അപ്പൂൻ്റെ കൈയും വിറയ്ക്കുമായിരുന്നു. അത് നെക്സ്റ്റ്, ഇറ്റ്സ് നോട്ട് ഹിസ് ഫോൾട്ട്, അത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ല. ഹീസ് ടു ഓൾഡ് ടു ഡു ദി തിങ്സ് പ്രോപ്പർലി, അദ്ദേഹത്തിൻ്റെ സ്വന്തമായി കാര്യം ചെയ്യാൻ വയസ്സായി. ഓക്കെ, അദ്ദേഹം പ്രായമായി. ഹി കനോട്ട് ഹോൾഡ് തിങ്സ് വിത്ത് ഹിസ് ഷേക്കിംഗ് ഹാൻഡ്സ്, അദ്ദേഹത്തിൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അദ്ദേഹത്തിനൊരു കാര്യം പോലും ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല. സോ ഹിസ് കോഫി ഗോട്ട് സ്പിൽഡ് ഓൺ ദ ക്ലീൻ വൈറ്റ് ടേബിൾ ക്ലോത്ത്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കുടിച്ചുകൊണ്ടിരുന്ന കോഫിയാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വൈറ്റ് ടേബിളിൽ സ്പോയിലായിന്ന്, ആ സംഭവമാണ് അവിടെ വീണ് വൈറ്റ് ടേബിൾ സ്പോയിലായത്. ഓക്കെ, ടേബിൾ ക്ലോത്ത്. ഗ്രാൻഡ്പ ബിക്കെയിം സാഡ് വെൻ മൈ പേരൻസ് കോൾഡ് ഹിം, അദ്ദേഹത്തിൻ്റെ പേരൻസ്, അതായത് റോബർട്ടിനോയുടെ പേരൻസ് വഴക്ക് പറഞ്ഞപ്പോൾ ഗ്രാൻഡ്പയ്ക്ക് ഭയങ്കര സങ്കടമായി. ഹൗ കുഡ് ദേ ബിഹേവ് ലൈക്ക് ദാറ്റ്, റോബർട്ടിനെ തന്നെ ആലോചിക്കണം. എങ്ങനെയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നത്? വൈ ഡോണ്ട് ദേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് അപ്പൂപ്പൻ്റെ പ്രായമായ കാര്യങ്ങളും, അദ്ദേഹം വീക്കായി, അദ്ദേഹത്തിന് ഇനി നമ്മൾ സഹായിക്കണം, അതായത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് അദ്ദേഹം ജീവിക്കുന്നത്, ഡിപ്പെൻഡിങ് അല്ല, നമ്മളെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇതും അവർക്ക് എന്താണ് മനസ്സിലാവാത്തത്? വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ ഓൾഡ് പേരൻസ്, നമ്മൾ നമ്മുടെ പ്രായമായ അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും ഒക്കെ നമ്മൾ കെയർ ചെയ്യണം. ദേ നീഡ് മോർ കെയർ ആൻഡ് ലവ്, അവർക്ക് സാധാരണ പോലെയല്ല, അവർക്ക് ഒത്തിരി സ്നേഹവും കെയറിങ്ങും വേണം. നെക്സ്റ്റ്, വി ഓൾ നോ ദാറ്റ് റൈറ്റ്, നമുക്കത് എല്ലാവർക്കും അറിയാലോ അല്ലേ? മോർ ഓവർ, ഹൗ ക്യാൻ ദേ ജസ്റ്റ് ലീവ് ഗ്രാൻഡ്പ അറ്റ് ദ ടേബിൾ ലൈക്ക് ദാറ്റ്, ആ കിച്ചൺ ടേബിൾ പോലുള്ള സ്ഥലത്ത് എങ്ങനെ ഗ്രാൻഡ്പേനെ അവർക്ക് ഇരുത്താൻ തോന്നുന്നു? ഐ വിൽ ഓൾവേസ് ബി വിത്ത് ഹിം, ഞാൻ എപ്പോഴും എൻ്റെ ഗ്രാൻഡ്പയുടെ കൂടെ ഉണ്ടാവും. വൺ ഡേ മൈ പേരൻസ് വിൽ റിയലൈസ് ദെയർ മിസ്റ്റേക്ക്, ഒരു ദിവസം നോക്കിക്കോ എൻ്റെ അച്ഛനും അമ്മയും അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കും. ദെൻ എവ്രിതിങ് വിൽ ബി ബെറ്റർ, ആ ദിവസം എല്ലാം സമാധാനമാകും. ഐ ഹോപ്പ്, ഞാൻ കാത്തിരിക്കുന്നു. ഐ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ആഫ്റ്റർ മൈ ഗ്രാൻഡ്പ ആൻഡ് മേക്ക് ഹിസ് ഡേയ്സ് കളർഫുൾ ആൻഡ് ബ്രൈറ്റ്, ഞാൻ എൻ്റെ ഗ്രാൻഡ്പയെ നോക്കുകയും ലവ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവും നല്ല ബ്രൈറ്റും നല്ല കളർഫുള്ളും നോക്കിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചർ എപ്പോഴും നമ്മളെ ഒരു കഥയിലൂടെയും ഒരു പറഞ്ഞിട്ടല്ല ടീച്ചർ പഠിപ്പിക്കുന്നത്, ഒരു സിമ്പിളായിട്ടൊരു ടോപ്പിക് എടുക്കുന്നു, അതിലൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലൂടെയും ടീച്ചർ കുറച്ച് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം എഴുതിയത് എന്നാണ്, ഈ ഡയറി എഴുതിയത് എപ്പോഴാണെന്ന് നോക്കണം. 13 ജൂലൈ തേഴ്സ്ഡേ ആണ് എഴുതിയിരിക്കുന്നത്, 13 ജൂലൈ തേഴ്സ്ഡേ. ഇനി നമ്മൾ ഒരു ഒരു ഡയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വാട്ട് ഈസ് സാഡ് ഡേ ഇറ്റ് വാസ്, ഐ കുഡിൻ ഹെൽപ്പ് മൈ ഗ്രാൻഡ്പ. ഒരു സാഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വാട്ട് ഈസ് സാഡ് ഡേ ഇറ്റ് വാസ്, ഐ കുഡിൻ ഹെൽപ്പ് മൈ ഗ്രാൻഡ്പ, ഐ കുഡിൻ ഈവൻ കൺസോൾ ഹിം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഐ കുഡിൻ്റെ പറയുന്ന ഐ കുഡിൻ്റെ നെക്സ്റ്റ് ഐ കുഡിൻ്റെ പറയുന്ന മൈ എന്ന് പറയുന്ന മൈ, പിന്നെ ഐ വിൽ എന്ന് പറയുന്നിടത്ത് നെക്സ്റ്റ് ഐ വിൽ പറയുന്നിടത്ത് ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാം ഐ പറയുന്നത് ആരെക്കുറിച്ചാണ്?
റോബർട്ടീനോ, അതായത് ഐ അല്ല, ഐയും ഐയും ഒക്കെ റോബർട്ടീനോ ആണ്. അപ്പോൾ നിങ്ങൾ അതേപോലെയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രൊനൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം അദ്ദേഹത്തെ പറഞ്ഞിരുന്നു, അതായത് റോബർട്ടീനോ ആണ്. നമ്മൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ഞാൻ റോബർട്ടീനോ എന്നൊന്നും എഴുതരുത്. ഓക്കെ, നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മളാണ്, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഐ, മൈ എന്നൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, അതാണ് ടീച്ചർ നെക്സ്റ്റ് പറയുന്നത്. ഇനി ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ടീച്ചർ പഠിപ്പിച്ചതിലേക്ക് പോകാം. ഓക്കെ, എന്താണ് ടീച്ചർ നെക്സ്റ്റ് പഠിപ്പിച്ച ടോപ്പിക്? ലെറ്റ്സ് സീ. ഓക്കെ, ഇനി ടീച്ചർ എന്താണ് പറയുന്നത്? ടീച്ചർ ചോദിക്കുകയാണ്, ഈ 5th ജൂൺ നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? അല്ലെങ്കിൽ ഈ 5th ജൂണിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നല്ല ടീച്ചർ ചോദിക്കുന്നത്. യെസ്, 5th ജൂണിൻ്റെ സ്പെഷ്യാലിറ്റി ഇപ്പോൾ പറയാം. ഓക്കെ, 5th ജൂണിൻ്റെ അന്നാണ് നമ്മൾ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ ആചരിക്കുന്നത്. യെസ്, റൈറ്റ്. വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? യെസ്, നമ്മൾ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് ഹിയർ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. റൈറ്റ്, വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ. അപ്പോൾ ഈ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. നമുക്ക് ഡബിൾ എൻവിറോൺമെൻറ്റ് ഡേ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ. അടുത്ത ടീച്ചർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു ടീച്ചർ സിമ്പിളായിട്ട് ടോപ്പിക് എടുക്കുന്നു, അതിലൂടെ നമ്മൾ പഠിപ്പിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ടീച്ചർ എന്താണ് അതിലൂടെ പറഞ്ഞത്? ഓക്കെ, ടീച്ചർ പറയുന്നത് ഒരു അസൈൻമെൻറ്റിനെ പറ്റിയാണ്. അസൈൻമെൻറ്റ് എന്താണ്? അസൈൻമെൻറ്റ്, ഓക്കെ, all of you might have planted saplings on 5th June World Environment Day. ഓക്കെ, നമുക്ക് ചിലപ്പോൾ സ്കൂളുകളിൽ നിന്ന് എല്ലാ സ്കൂളുകളിലും മിക്കവാറും ആക്ടിവിറ്റി തന്നിട്ടുണ്ടാകും വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേയുടെ അന്ന് ഒരു സാപ്ലിംഗ് പ്ലാൻ ചെയ്യാൻ. എല്ലാവരും അത് പ്ലാൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ടീച്ചർ പ്രിപ്പയർ എ ഡയറി എൻട്രി ബേസ്ഡ് ഓൺ ദാറ്റ് ഡേ. അന്നത്തെ ദിവസത്തെ പറ്റി നിങ്ങൾ എഴുതേണ്ടത് എന്തൊക്കെയാണ്? എൻവിറോൺമെൻറ്റ് ഡേയിനെ പറ്റി ഫസ്റ്റ് എഴുതുക. അതായത് ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മുടെ എഴുതിയതുപോലെ, നമ്മുടെ റോബർട്ടീനോ എഴുതിയതുപോലെ സ്റ്റാർട്ടിങ് വാട്ട് എ സാഡ് ഡേ ഇറ്റ്സ് ഐ കുഡിൻ ഹെൽപ്പ് മൈ ഗ്രാൻഡ്മ, അങ്ങനെ എന്തെങ്കിലും ഹെഡിങ് കൊടുക്കുക. ഐ മീൻ ഹെഡിങ് അല്ല, ഒരു ഇൻട്രൊഡക്ഷൻ. എന്താണ്? ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ, ഐ പ്ലാന്റഡ് എ ട്രീ, അങ്ങനെ എന്തെങ്കിലും എഴുതി നമുക്ക് ഒരു ഹെഡിങ് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ എന്താണ് കൊടുക്കുക? നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങൾ, പിന്നെ എൻവിറോൺമെൻറ്റ് ഡേയിനെ പറ്റി നമുക്ക് പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് എൻവിറോൺമെൻറ്റ് ഡേയുടെ അന്ന് പ്ലാൻ ട്രീസ് ചെയ്യാം, നമ്മൾ ഡീഫോറസ്ട്രേഷൻ കുറയ്ക്കുക, പിന്നെ ഇങ്ങനെ എൻവിറോൺമെൻറ്റിനെ ഇങ്ങനെ നശിപ്പിക്കാതിരിക്കുക എന്നൊക്കെ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഡയറി നിങ്ങൾ എൻട്രി ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. ഇതാണ് ടീച്ചർ പറയുന്നത്. ഇനി ഒരു ചെറിയ സെക്ഷൻ കൂടെ ടീച്ചർ നടത്തി, ഒരു പോം. എന്താണ് ആ പോം? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ടീച്ചർ പറഞ്ഞ പോമിൻ്റെ പേര് സംപട്ടീസ് മദർ. ഓക്കെ, സംപട്ടീസ് മദർ. ഓക്കെ, ഈ ഒരു പോയം സംപട്ടീസ് മദർ, ഈ പോയമിൻ്റെ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നമുക്കത് നോക്കാം. മേരി ഡോ ബ്രൈൻ എഴുതിയൊരു പോയമാണ് സംപട്ടീസ് മദർ. മേരി ഡോ ബ്രൈൻ. അപ്പോൾ മേരി ഡോ ബ്രൈൻ എഴുതിയ പോയം എങ്ങനെയാണ് നമുക്ക് നോക്കാം. Okay, Mary, first line. Let the carriage wheels or the horse's feet should crowd her down in the slippery street. ഈ സ്ലിപ്പറി സ്ട്രീറ്റിനിടയിൽ അവളുടെ കാലൊന്ന് സ്ലിപ്പായാൽ
അല്ലെങ്കിൽ ഈ ക്രൗഡിനിടയിൽ നമ്മുടെ ഗ്രാൻഡ്മ പെട്ടുപോയാൽ, ഐ മീൻ മദർ, ഗ്രാൻഡ്മ പെട്ടുപോയാൽ, നമുക്കത് ഗ്രാൻഡ്മ ആയിരിക്കും, മദർ ആയിരിക്കും. മദർ പെട്ടുപോയാൽ, ഓക്കെ, ഈ ക്യാരേജ് വീൽസും ഹോഴ്സസ് ഫീഡിനും ഇടയിലുള്ള ഈ ക്രൗഡിൽ പെട്ടുപോയാൽ ഗ്രാൻഡ്മ എന്തു ചെയ്യുമെന്നാണ് ഗ്രാൻഡ്മ, ഒരു സ്ലിപ്പറി സ്ട്രീറ്റിനെ പറ്റിയാണ് ഗ്രാൻഡ്മ പറയുന്നത്. ഓക്കെ, ഗ്രാൻഡ്മയുടെ വേദനകളുമൊക്കെയാണ് ഗ്രാൻഡ്മ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് സെന്റൻസ്. At last came one of my merry troop, the gayest lad of all the group. ഒരു കുട്ടി വന്നിട്ട് ആ ഗ്രാൻഡ്മയുടെ കൈ പിടിച്ചു എന്നിട്ട് പറയുന്നത് ഒരു കുട്ടി വന്നു എന്നാണ് ആ സെന്റൻസിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? He paused beside her. ഓക്കെ, ഗ്രാൻഡ്മയുടെ പുറകിൽ നിന്നൊന്ന് പോസ് ചെയ്തു. And whispered loud, I will help you across if you wish to go. ഞാൻ അമ്മയെ അപ്പുറത്ത് കടത്തി തരാം, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ്മ എന്താണ് പറഞ്ഞത്? ഗ്രാൻഡ്മ എന്താണ് പറഞ്ഞത്? Her aged hand on his strong young arm. ആ നല്ല കയ്യിൽ ഗ്രാൻഡ്മയുടെ ഏജ്ഡ് ആയിട്ടുള്ള കൈ പ്ലേസ് ചെയ്തു. ഷി പ്ലേസ് ആൻഡ് സോ വിത്തൗട്ട് ഹേർട്ട് ഓർ ഹാം. എന്നിട്ട് ഒരു വേദനയോ ഒരു ഹേർട്ടിങ്ങോ ഇല്ലാതെ പ്ലേസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? പോയമിൽ നെക്സ്റ്റ് പറയുന്നത് ദെൻ ബാക്ക് അഗെയിൻ ടു ഹിസ് ഫ്രണ്ട്സ് ഹി വെന്റ്. അതിനുശേഷം അതായത് അവൻ അവൻ്റെ കൂട്ടുകാരോട് പോയി. ഹിസ് യങ് ഹാർട്ട് ഹാപ്പി ആൻഡ് വെൽ കണ്ടന്റ്. അത് ആ കുട്ടിയുടെ കുഞ്ഞു മനസ്സും, അതായത് ആ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള മനസ്സ് വെൽ കണ്ടന്റ് ആണ് എന്നാണ് അത് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അമ്മ ചിന്തിക്കുകയാണ്. ഷീ സംബഡീസ് മദർ. അതായത് ആ അമ്മ ആരുടെയോ അമ്മയാണ്. ബോയ്സ് യു നോ ഫോർ ഓൾ ഷീസ് ഓൾഡ് ആൻഡ് പോർ ആൻഡ് സ്ലോ. എല്ലാത്തിനും ആ അമ്മ പ്രായമായതാണ്, പാവമാണ്, ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ അത് ആരുടെയോ അമ്മ, ഏതോ അമ്മ, ഏതോ മകൻ. ഈ അമ്മയ്ക്ക് അമ്മയുടെ മകനെയും നഷ്ടപ്പെട്ടു. ഏതോ ഒരു മകൻ ഈ അമ്മയോട് ഇച്ചിരി സ്നേഹം കാണിച്ചു, ഇച്ചിരിയല്ല ഒത്തിരി സ്നേഹം കാണിച്ചു, അത്രയ്ക്ക് ഹെൽപ്പ് ചെയ്തു അമ്മേനെ. എന്നിട്ട് അവൻ ചെയ്യുന്ന എല്ലാം അതിലൊരു നന്മ നടക്കുകയാണ് അവർ തമ്മിൽ. ഇത്രയാണ് ഞാൻ ചുരുക്കി പറയുന്നതാണ്, നമുക്ക് നന്നായി ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചുരുക്കി പറയുന്നതാണ്. നെക്സ്റ്റ് ടീച്ചർ തന്നെ സെക്ഷൻ നോക്കാം. ഇനി ടീച്ചർ എന്താണ് പറയുന്നത്? ടീച്ചർ പറയുന്നത് വിർച്വൽ ഇമേജിലൂടെയാണ്. അതായത് ആ പറഞ്ഞ പോയം, അതായത് ഈ സ്ക്രീൻ നിങ്ങൾ നോക്കണ്ട, ആ പറഞ്ഞ പോയത്തിൽ ആ എഴുതിയ പോയത്തിൽ ആ വേർഡ്സിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ സംഭവിക്കുന്നത്. അതായത് ഒരു പ്രായമായ അമ്മ, മുടിയൊക്കെ നരച്ച് ആ ഷിവറിങ് ലെഗ്സൊക്കെ റോഡിൽ നടക്കുന്നതും, ഇച്ചിരി ബെൻഡായിട്ട് നടക്കുന്നതും, തീരെ വയസ്സായതും ഒക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാക്കുകളിലൂടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ഇമേജിലൂടെ നമുക്കൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാമോ? നമുക്ക് എന്തെങ്കിലും അതിൽ കൂടെ കണ്ടുപിടിക്കാമോ? പറ്റും. ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്, അതായത് അധ്യാപകർക്ക് ആദിത്യയുടെ വരദക്ഷിണ. അതായത് ഇതിൽ ഈ പറയുന്ന ദക്ഷിണ എന്ന് ആദിത്യ എന്ന് പറയുന്ന കുട്ടി ലാസ്റ്റ് ഇയർ ആ കുട്ടി ജോയിൻ ചെയ്തതേ ഉള്ളൂ, സ്കൂളിൽ ജോയിൻ ചെയ്തു, അതായത് ന്യൂ അഡ്മിഷൻ.
അപ്പോൾ ആ കുട്ടി അവളുടെ ടീച്ചേഴ്സിനെ കാണുകയോ സ്കൂളിൽ ടീച്ചേഴ്സിനെ ഫോണിലൂടെയും വീട്ടിൽ ഇരുന്ന് കണ്ടു, സ്കൂളിൽ പോവുകയോ അവളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ആരും അവളൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അവൾ ടീച്ചർമാർക്ക് നൽകിയ സമ്മാനം എന്താണ്? ടീച്ചർമാർക്കും സാറുമാർക്കും അവരുടെ ചിത്രം പകർത്തി. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമുക്ക് പറയാം വി ക്യാൻ തിങ്ക് ത്രൂ ആർട്ട്. ആർട്ടിസ്റ്റുകൾ നിസ്സാരമല്ല എന്നാണ് ടീച്ചർ ഇതിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ആ ഡയറിയിലെ നമ്മുടെ ഡയറിയുടെ അസൈൻമെൻറ്റ്, അതിൽ നമുക്ക് ആ ഡയറിയിൽ ഒരു ചെറിയ പോർഷനോടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. ഓക്കെ, ഇനി ടീച്ചർ പറയുന്നത് എന്താണ്? ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വിൽ ഉപയോഗിക്കും. ഓക്കെ, അത്ര ചെറിയൊരു പോർഷനാണ്, അത് ഡിസ്കസ് ചെയ്യാൻ വിട്ടതാണ്. ഓക്കെ, ഐ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ആഫ്റ്റർ മൈ ഗ്രാൻഡ് പാ. അപ്പോൾ അവിടെ ഒരു ഹാപ്പി, അതായത് അവൻ നിർത്തുന്നത് അവൻ്റെ ഒരു പോസിറ്റീവ് രീതിയിലാണ് നിർത്തുന്നത്. അതായത് ആര് നിർത്തുന്നത്? റോബർട്ടീനോ നിർത്തുന്നത്. ഓക്കെ, താങ്ക്സ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും നാളത്തെ വീഡിയോയ്ക്ക് വരെ ബൈ.